യെസ്, മുഖ്യമന്ത്രി പുറത്തേക്ക് വരികയാണ് ഡൽഹിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള ഹൗസിലാണ് അവിടെ മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നത്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇന്നലെ കൊച്ചിയിൽ തേടിയെങ്കിലും മുഖ്യമന്ത്രി പ്രതികരിക്കാതെ പോയി. പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം PV അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണതിൻ്റെ പിന്നിലെന്ന സംശയമുണ്ടായിരുന്നു. പക്ഷെ ആ സംശയത്തിലേക്കൊന്നുമല്ല ഞങ്ങൾ ആ ഘട്ടത്തിൽ പോയത്. ഒരു MLA എന്ന നിലക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൽ അന്വേഷിക്കാവുന്നതിൽ ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തി അന്വേഷിക്കുന്നതിനാണ് നടപടികൾ സ്വീകരിച്ചത്. അതിലും അദ്ദേഹം തൃപ്തനല്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിക്കും LDF-നും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല LDF-ന്റെ ശത്രുക്കൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല LDF-ന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുന്നത് നാം കേട്ടു. ഉദ്ദേശം വ്യക്തമാണ്. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു. സ്വയമേവ പ്രഖ്യാപനവും നടത്തി. LDF-ൽ നിന്ന് വിട്ടുനിൽക്കുന്നു, നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാകും. പക്ഷെ ആ കാര്യങ്ങളിലേക്കാകെ ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. പിന്നീടൊരു ഘട്ടത്തിൽ വിശദമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ്. ഇപ്പോൾ പാർട്ടിക്കും LDF-നും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. അത് പൂർണ്ണമായും LDF-നെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതിനൊന്നും ഇപ്പോൾ വിശദീകരണമില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ പറയുന്നു അദ്ദേഹം കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. മറിച്ച് അൻവറിന്റെ ആരോപണം അതേ രീതിയിൽ തള്ളിക്കളയുന്നു. അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ വിശദീകരണത്തിന് നൽകുന്നില്ല. താൻ മറ്റൊരു ഘട്ടത്തിൽ കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകാം എന്നതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. കേരള ഹൗസിലായിരുന്നു മുഖ്യമന്ത്രി ഡൽഹിയിലുള്ളത്. അദ്ദേഹം PB യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതാണ്. സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളോട് അവരുടെ ചോദ്യത്തിന് മറുപടി എന്ന രീതിയിൽ അദ്ദേഹം ഇന്ന് പ്രതികരിക്കാമെന്ന് അറിയിച്ച് അങ്ങനെ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകൾ ഇക്കാര്യം തള്ളിപ്പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുകയാണ് ചെയ്തത്. ഉച്ചയ്ക്ക് 2:30 MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചേക്കും.